സദസ്സിലുമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും സ്നേഹവന്ദനം. ഭയത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അങ്ങോട്ട് നോക്കിയിട്ട് പേടി വരും. അതുപോലുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമെന്നോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നോ സ്വപ്നത്തിൽ വിചാരിച്ച ഒരാളല്ല. നെല്ലിനും തെങ്ങിനും മാത്രം വളക്കൂറുള്ള ഒരു കുട്ടനാട്ടിൽ നിന്നാണ് എൻ്റെ വളർച്ച. എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ, വളർച്ച എന്ന് പറയുന്നില്ല, എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വളരെ സന്തോഷം. ഈ വലിയ പരിപാടിയിൽ എളിയവനെ കൂടി ചേർത്ത് നിർത്തിയതിന് ഒത്തിരി സന്തോഷം. ഈ സംഘടനയ്ക്കും ഈ മുന്നോട്ടുള്ള ഇതിൻ്റെ യാത്രയ്ക്ക് എല്ലാവിധ സ്നേഹാശംസകളും അർപ്പിക്കുന്നു. ഈ സംസാരം കിട്ടുന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളൊരു തമാശ എന്ന് പറയുന്നത്. ഈ ബന്ധുക്കോസ് വിശ്വാസികളുടെ കല്യാണത്തിന് പോകുന്ന അവസ്ഥയെ ഇപ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാം ഒരുപാട് പാസ്റ്റർമാരിങ്ങനെ പ്രസംഗിക്കും, കല്യാണം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിഭവം, ഒരു ഗംഭീര വിഭവം ഇവിടെ ഹേമന്തേട്ടർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാനിരിക്കുന്നവരുടെ മുന്നിൽ വെറുതെ വളവളാന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. പണിയെടുക്കാൻ മുഖത്ത് ചായം തേച്ച ആളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ മാനിച്ചുകൊണ്ടും കാണാനിരിക്കുന്ന നിങ്ങളെ മാനിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഒരുപാട് സന്തോഷം, ഒത്തിരി ഇഷ്ടം. ഒരു അഭ്യർത്ഥന മാത്രം നടത്തിക്കൊണ്ട് നിർത്തിക്കോളാം. നിർത്തുന്നു പറഞ്ഞാൽ, ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത് അവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മുഴുപ്പിക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവന് അത് പൂർത്തീകരിക്കാതെ ഇറങ്ങുക എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലും ആലപ്പുഴ ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലും 10 മണിക്ക് ശേഷം ഇപ്പോൾ മൈക്ക് പാടില്ല എന്നൊരു നിയമം ആരൊക്കെയോ എവിടുന്നൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി കിട്ടുന്നതിന് ഈ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കൈകടത്തൽ അതിനകത്ത് ഉണ്ടാകണം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനം നടന്നിരിക്കുന്ന രാത്രിയുടെ മറവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചേർന്നിരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ഓണത്തിന് പോലും ഇതിനു മുമ്പുള്ള ഒരുപാട് നാടകക്കാർ കട്ടണഴിച്ചുകൊണ്ട് പോകുന്നതും നാടകം കളിക്കാൻ പറ്റാതെ 10 മണിയാകുമ്പോൾ നാടകം നിർത്തണമെന്നാണ് പറയുക. അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ കലാരൂപങ്ങൾ നിർത്തണമെന്നാണ് പറയുന്നത്. ആരെഴുതി വെച്ചതാണോ, ആര് കൊണ്ടുവന്നാണോ, ഇതിൻ്റെ പിന്നിൽ അജണ്ട എന്താണെന്നോ വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരളത്തിലെ കോടീശ്വരന്മാരാരുമല്ല ഈ മുഖത്ത് ചായം തേച്ചോ അല്ലെ ഗാനമേളപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ വന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനും കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ ചിരിക്കാൻ നിൽക്കുന്നത്. ഒരു നാടകം അല്ലെ ഒരു ഗാനമേള, ഒരു മിമിക്രി അല്ലെ സ്റ്റേജ് പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം, ഒരു ചാരിറ്റി ഉണ്ട്. ഈ നാടക സമിതിയിൽ 15 നടീനടന്മാരുണ്ടെങ്കിൽ ഈ 15 നടീനടന്മാരും ഈ പൈസയെ വീതിച്ചുകൊണ്ട് പോയിട്ട് ഇവരുടെ വീട്ടിൽ 4-5 പേരുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അപ്പം അത് പാടില്ല എന്ന് പറയുന്നത് 200-250 നാടകം കളിച്ചിരുത്തുന്നു, 100 നാടകങ്ങളിലേക്കും 110 നാടകങ്ങളിലേക്ക് ചുരുങ്ങുക എന്ന് പറയുന്നത് ആ അത്താഴത്തിലേക്ക് മണ്ണ് വാരിയിടുന്നത് പോലെ. പ്രിയമുള്ളവരെ, ഉണ്ടാകരുത്. വേദി തരണം. നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങളുടെ കരച്ചിൽ മാറ്റിവെച്ചിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. അത് സമീപ പ്രദേശങ്ങളിലേക്ക് ആകുന്നതിന് മുമ്പ് അതിനെ തടയിടണം. തടയിട്ടേ പറ്റൂ. ജീവിച്ചു പോട്ടെ. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ സ്നേഹത്തിന്, ഈ സന്തോഷത്തിന്, ഈ ചേർത്ത് പിടിക്കലിന് മഹേഷ് മുഴുവൻ ആളുകളോടും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദി. താങ്ക് യു.